ഇതിൻ്റെ മുകളിൽ നമ്മൾ കർപ്പൂരം ചിരട്ടയിൽ വെക്കും. ചിരട്ടയിൽ വെച്ചതിന് ശേഷം തീ ഇട്ടിട്ട് നമ്മൾ ഈ ഗ്യാസ് ഓൺ ചെയ്യുക ചെയ്യേണ്ടത്. ഈ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയർ അതിലേക്ക് കയറി പിടിക്കുക ചെയ്യുക. സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഓൾ ഇന്ത്യയിൽ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു മെഷീനാണ്. നമസ്കാരം. ROVER വീണ്ടും തൃശ്ശൂർ മുണ്ടൂർ സ്റ്റാർ ചേയേഴ്സിൽ മുന്നേ ഞാൻ ഈ വലിയ ഒരു കമ്പനി സ്റ്റാർ ചേയേഴ്സിന്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവര് ഒന്ന് പോയി കാണണം കേട്ടോ. ഇവിടെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ആ വീഡിയോയിൽ ഞാനൊരു പോർട്ടബിൾ ക്രിമിറ്റോറിയത്തിന്റെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വിശദീകരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അതിന്ന് വളരെ വലിയ രീതിയിൽ തയ്യാറായിട്ട് ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. എന്തായാലും അത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എന്നിൽ നിന്ന് കേൾക്കുന്നതിനായിട്ട് നല്ലത് ഇത് എങ്ങനെയാണ് നിർമ്മിച്ചത്, ഇതിന്റെ പിറകിൽ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ള സ്റ്റാർ ചേയേഴ്സിന്റെ MD ബിജു സാർ ഉണ്ട്. ബിജു സാറ് നാവിൽ നിന്ന് നമുക്ക് കേൾക്കാം എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്നുള്ളത്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ക്രിമിറ്റോറിയം ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. കുറച്ച് യൂസ് ചെയ്തതാണ്, ഉപയോഗിച്ച് ഇതിന്റെ നല്ല രീതിയിൽ എത്രമാത്രം ഇതിന് പവറിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇതിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ ബിജു സാർ വന്നിട്ടുള്ളത്. ഇത് നമ്മളൊരു 9 മാസം മുന്നേ നമ്മളോട് സംഘടന വന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് നോർമലി നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാ ക്രിമിറ്റോറിയങ്ങളും ഏകദേശം ഒരു 3 സാധാ ഇരുമ്പിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു 3 ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബോഡി മുഴുവൻ മാറ്റേണ്ടി വരും. ആ മാറ്റിയിട്ട് അവർക്കത് എപ്പോഴും വർക്ക് കൂടുതലും ഒരു 3 സിലിണ്ടറോളം ഗ്യാസ് അതിന് എക്സ്പെൻസ് ഉള്ളതായിരുന്നു. അപ്പോൾ നമ്മളോട് ഇന്നോവേറ്റ് ചെയ്ത് അത് എങ്ങനെയൊക്കെ ഗ്യാസ് ലാഭിക്കാൻ പറ്റും, എങ്ങനെ അതിനെ നമുക്ക് യൂസ്ഫുള്ളാക്കി ലൈഫ് ലോങ് പ്രൊഡക്റ്റാക്കി മാറ്റാൻ പറ്റും എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ആദ്യം നമ്മൾ ഡിസ്കഷൻ തുടങ്ങിയത്. ആ ഡിസ്കഷൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇതിന് വേണ്ട മെറ്റീരിയൽ, എൻ്റെ ഫ്രണ്ട് ആൻഡോ ഇവിടെ ഉണ്ട്, ആളൊരു എഞ്ചിനീയറും കൂടിയാണ്. ആളും കൂടി നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ISROൻ്റെയും JSLൻ്റെയും ഒരു കൺസൾട്ടേഷൻ അടക്കം നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങിയത്. ഇതിന് യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്, പക്ഷേ അതിൽ സ്പെഷ്യൽ ഗ്രേഡ് മെറ്റീരിയലാണ്. അതായത് ടൈറ്റാനിയം മിക്സ്, ക്രോം, നിക്കൽ കൂടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗ്രേഡ് മെറ്റീരിയൽ. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പേസ് ക്രാഫ്റ്റിലും നമ്മൾ ഈ വലിയ ഹ്യൂജ് ഫർണസറുകളിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ മെറ്റീരിയൽ എത്ര പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാലും ഈ പ്രൊഡക്റ്റ് കേടായി പോയില്ല, അല്ലെങ്കിൽ നമ്മൾ തുരുമ്പെടുത്ത് പോയില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു 30ഓളം ഫംഗ്ഷൻ നടത്തിയിട്ടുള്ള ഒരു മെഷീൻ അത്. അപ്പോൾ ഇത് ഈ സംഘടന കൊണ്ടുപോയിട്ട് 30ഓളം ഫംഗ്ഷൻ നടത്തി ഉപയോഗിച്ച് സക്സസ് ആയതിനു ശേഷമാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമ്മളൊരു 9 മാസത്തെ നമ്മൾ ഇന്നോവേഷൻ്റെ പുറത്താണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇന്നതിനെ തുടങ്ങിയതല്ല, ഒരു 9 മാസമായി. ഇതിൽ നമ്മളെ സഹകരിച്ച് ഒരുപാട് പേരുണ്ട്. അതിൽ ആൻഡോ എഞ്ചിനീയർ ഉണ്ട്, ഇതുപോലെ JSL ഉണ്ട്, ISRO ഉണ്ട്. അപ്പോൾ പലരുടെ കൺസൾട്ടേഷനും കൂടിയിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് പ്രൊജക്റ്റാണിത്. ഇതിനെ പറയുന്ന പേര് ഇതിപ്പോൾ നമ്മൾ സേവാഭാരത സംഘടനയ്ക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്, ഡെത്ത് ഓഫ് ഡിഗ്നിറ്റി. ഈ ഡെത്ത് ഓഫ് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാവരും ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അതൊരു തരം പഴയ രീതി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയില്ലാത്ത രീതിയാണ്. ഇതിപ്പോൾ ഒരു സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഓൾ ഇന്ത്യയിൽ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു മെഷീനാണ്. ഇത് മെറ്റീരിയൽ ജർമ്മൻ മെറ്റീരിയലാണ്. ഇതിനകത്ത് മോളിബ്ഡിനം 180 ഒക്കെ ഉണ്ട്. അത്ര ചൂടായാലും അതിൻ്റെ ഷേപ്പ് അതേമാതിരി തന്നെ റിട്ടേൺ ചെയ്യും, ഷേപ്പ് പോവില്ല. അതൊക്കെയാണ് ഈ മെറ്റലിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ഇവരുടെ ഗ്യാസ് ലൈൻ തന്നെ ഒരു സ്പെഷ്യലായിട്ടുള്ള അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ അത് തീ കത്തിച്ച് നമുക്ക് അതിൻ്റെ ചൂട് മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാം. ബോഡിക്ക് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ കർപ്പൂരം ചിരട്ടയിൽ വെക്കും. ചിരട്ടയിൽ വെച്ചതിന് ശേഷം തീ ഇട്ടിട്ട് നമ്മൾ ഈ ഗ്യാസ് ഓൺ ചെയ്യുക ചെയ്യേണ്ടത്. ഈ ഗ്യാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫയർ അതിലേക്ക് കയറി പിടിക്കുക ചെയ്യുക. അതാണ് ഇതിൻ്റെ കത്തിക്കേണ്ട പ്രോസസ്സ്. ഇത് നമ്മൾ ചിരട്ടയിൽ വെച്ചിട്ട് ബോഡി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം മൂടിയെടുത്ത് അടയ്ക്കും. മൂടിയെടുത്ത് അടച്ച് ഗ്രില്ല് വെച്ച് മൂടിയെടുത്ത് അടച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലോക്കുകളുണ്ട്. 4 സൈഡിൽ ലോക്കുണ്ട്, 2 സൈഡിൽ ലോക്കുണ്ട്. ആ ലോക്ക് എടുത്ത് നമ്മൾ ബോഡി ക്ലോസ് ചെയ്യും, ഇതിൻ്റെ അടപ്പ് ക്ലോസ് ചെയ്യും. ഇത് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ ഒരു ഫ്ലെയിംസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടി റെഗുലേറ്റർ ഉണ്ട്. ഇതിപ്പോൾ നമ്മളിതിൽ ബ്ലൂ ഫ്ലെയിംസ് ആണ് കൂടുതൽ കൊടുത്തേക്കുന്നത്. ഗ്യാസ് വേസ്റ്റേജ് ഇല്ല ഇതിൻ്റെ ഉള്ളിൽ. ഈ മെഷീനിൽ ഇപ്പോൾ നമുക്ക് ഗ്യാസ് വേസ്റ്റേജ് ഇല്ല, അതിനുള്ള ട്യൂബ് ലൈനാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഹീറ്റ് എങ്ങനെയാണ് കയറി വരുന്നത് നമുക്കൊന്ന് കാണാൻ പറ്റും. ഇതിപ്പോൾ ടെമ്പറേച്ചർ കയറിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു 3 മിനിറ്റ് കൊണ്ട് നമുക്കിതിൻ്റെ എത്ര ടെമ്പറേച്ചർ കയറും നമുക്ക് കാണാൻ പറ്റും. സാധാരണ ഗ്യാസ് ലൂസാവുക ചെയ്യുക. ഇത് ഗ്യാസ് നമുക്ക് വേസ്റ്റേജ് ഇല്ല. ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ 3 മിനിറ്റ് ആവാൻ പോകണം. 3 മിനിറ്റ് ആയിട്ടില്ല, 2 മിനിറ്റ് ആയി. 3 മിനിറ്റ് കൊണ്ട് ഏകദേശം ഇതിൻ്റെ ചൂട് വരുന്നത് 850 ഡിഗ്രിയിൽ വരെ നിൽക്കും. ഈ സാധനം നമുക്ക് ചൂട് കയറി വന്നു കഴിഞ്ഞാൽ 1100 ഡിഗ്രി നമുക്ക് 8ാമത്തെ മിനിറ്റ് ഇതിൻ്റെ ചൂട് വരും. 8 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് 1100 ഡിഗ്രിയാണ് ഇതിന് ഹീറ്റ് ടെമ്പറേച്ചർ കാണിക്കുക. അപ്പോൾ നമുക്കിതിനുള്ള ഡസ്റ്റോ അല്ലെങ്കിൽ സ്മോക്കോ ഒന്നും പുറത്തേക്ക് വരില്ല. എന്താ വെച്ചാൽ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഫയറായി പോവുക ചെയ്യുക. ഇതിൽ വേസ്റ്റേജ് എന്ന് പറയുന്ന സാധനങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇതിന് കത്തുമ്പോൾ സൗണ്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഫ്യൂംസോ ഒന്നും ഉണ്ടാവില്ല, പുകയൊന്നും വരില്ല. അതാണ് ഇതിൻ്റെ
സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഗ്യാസ് സേവിങ് കാണിച്ചു തരാൻ പറ്റും നമുക്ക്. ഇതൊക്കെയാണ് ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് പ്രൊജക്റ്റാണ് ഈ സാധനം. ഇതിപ്പോൾ നമ്മൾ അവരുടെ ബ്രാൻഡ് നെയിമിലാണ്, അവരുടെ സംഘടനയുടെ ബ്രാൻഡ് നെയിമിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. സേവാഭാരത് എന്ന സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു 30 മെഷീനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് അവർ സക്സസ് ആയി. ഇത് 30 എണ്ണം ദഹിപ്പിച്ച ഒരു മെഷീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെഷീൻ ഫയർ ആയിക്കൊണ്ടിരിക്കുന്നത്. 30 ഇത് വർക്ക് കഴിഞ്ഞിട്ടും അതിൻ്റെ ബർണറിനോ മറ്റുള്ള ബോഡിക്കോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതാണ് ഈ ടെക്നോളജിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിൻ്റെ പ്രത്യേകത. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഗ്യാസ് ലൈനിലൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അതും കൂടിയാണ് ഇതിൻ്റെ ഇമ്പ്രസീവായിട്ടുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ ഇത് നമ്മളായി ഡെവലപ്പ് ചെയ്ത ഒരു കൊല്ലത്തിൻ്റെ ഒരു പ്രയത്നം എന്ന് പറയാം. ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും 2 എണ്ണം വെച്ചിട്ടാണ് ഈ സേവാഭാരതി ഇത് പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇത് ഇനി അടുത്ത നമ്മൾ ഓൾ ഇന്ത്യ പ്രൊജക്റ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രഷർ കൂട്ടാനും കുറയ്ക്കാനും നമ്മൾ ഇതിൻ്റെ ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ നോബ് തിരിച്ചു കഴിഞ്ഞാൽ ബ്ലൂ ഫ്ലെയിം ആക്കാം കേട്ടോ. ഈ പ്രഷർ മാറ്റി കയറ്റാനായിട്ട് സംവിധാനമുണ്ട്, ഫയർ മാറ്റി കയറ്റാനായിട്ട് കേട്ടോ. ഇതിപ്പോൾ മഞ്ഞ കത്തുമ്പോൾ നമുക്ക് ഫയർ വേസ്റ്റാണ്, തീ അതിന് ഫുൾ പ്രഷർ കിട്ടില്ല. ഇത് കേട്ടോ ബ്ലൂ ആകുമ്പോൾ നമുക്ക് ഫയർ ഭയങ്കര ഹീറ്റായിരിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് നമ്മുടെ റെഗുലേറ്ററിൽ സെറ്റ് ചെയ്തിട്ടുള്ള വർക്കാണ്. റെഗുലേറ്ററാണ് ഇതിന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതതിൻ്റെ ഫിൽറ്ററാണ്. നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഫയർ നമുക്ക് പുറത്തേക്ക് കാണാണ്ടിരിക്കാനും പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഫിൽറ്ററാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു വേറൊരു ഭാഗം. നമുക്ക് ഫയർ കാണാൻ പറ്റില്ല. അത് മാത്രമല്ല ഇത് പോർട്ടബിളാണ്. ഇതിൻ്റെ വെയിറ്റ് ടോട്ടൽ 160 കിലോ വെയിറ്റ് ഉള്ളൂ, ടോട്ടൽ വെയിറ്റ്. ഇതിനെ നമുക്ക് 6 പാർട്സ് ആക്കി എടുക്കാൻ പറ്റും. 6 പാർട്സ് നമുക്ക് സെപ്പറേറ്റ് വണ്ടിയിൽ കയറ്റാനും പറ്റും. ഇത്രയാണ് ഈ ഒരു പോർട്ടബിൾ ക്രിമിറ്റോറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത്. ഓൾറെഡി വളരെ വിശദമായിട്ട് തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തന കാര്യങ്ങളൊക്കെ ബി സാർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്രിമിറ്റോറിയം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 4 പാർട്സ് ആക്കിയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർ ചേയേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം. എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. പഴയ വീഡിയോയിൽ ഞാൻ ഓൾറെഡി സ്റ്റാർ ചേയേഴ്സിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും സ്റ്റാർ ചേയേഴ്സിൻ്റെ നമ്പർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.